ഒരിക്കലൂടെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഏറെ അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയോടും ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഒരുമിച്ച് എൻ്റെ സഹപഠനായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് പിടിപ്പുമായി ചേർന്ന് വന്ന് ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ നിരവധി പ്രാവശ്യം ഇവിടെ പല ശുശ്രൂഷകൾക്കായി വന്ന് ശുശ്രൂഷിപ്പാൻ ലഭിച്ച നല്ല അവസരങ്ങൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. 1990 മുതൽ കഴിഞ്ഞ 35-ൽ പരം വർഷങ്ങളായി തൻ്റെ മകനുമായി തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടം മുതൽ ഇന്ന് വരെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, നിരവധി ശുശ്രൂഷകൾ ഒന്നിച്ച് പല രാജ്യങ്ങളിലായിരിക്കാൻ, വിശേഷാൽ എൻ്റെ ഭവനത്തിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ള സഭകളിലൊക്കെ എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യം, ശുശ്രൂഷ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വളരെ അനുഗ്രഹമായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അപ്പോഴും ഞാൻ തന്നോടൊപ്പം ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ എനിക്ക് ദൈവം അവസരം തന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കാര്യമുണ്ടെങ്കിലും ഓടി വന്ന് ആ വിഷയങ്ങളിൽ പങ്കാളിയാകുന്ന, സഹകരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തൻ്റെ മകനെ പിന്നെയും അനുഗ്രഹിക്കട്ടെ. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ക്രൈസ്തവ മലയാള ദൈവമക്കളുള്ള എല്ലാ ഇടങ്ങളിലേക്കും ദൈവം തന്നെ അയച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തും അവിടെയെല്ലാം ലജ്ജ കൂടാതെ സധൈര്യം പറയേണ്ടതെല്ലാം മുഖത്ത് നോക്കി പറയുന്ന, പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഏറെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ദൈവം പിന്നെയും തന്നെയും തൻ്റെ മിനിസ്ട്രിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ പുതുവത്സരത്തിൽ തന്നോടൊപ്പം അല്പസമയം ചെലവിടുന്നതിൽ ഞാനും അതിയായി സന്തോഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദേവദാസൻ പറഞ്ഞതുപോലെ നല്ല ദൂരങ്ങൾ എപ്പോഴും ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. പക്ഷേ അവിടെ എങ്ങും മുടങ്ങാതെ ചെല്ലാനും ശുശ്രൂഷിപ്പാനും തിരിച്ചു വരാനും ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിൻപിൽ നിങ്ങളെപ്പോലെയുള്ള വിലപ്പെട്ട ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വരെ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. പിന്നെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളൊരു വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു വാക്യഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 1000 വട്ടം നിങ്ങൾ കേട്ടുള്ള പ്രസംഗ ഭാഗമാണ്. എങ്കിലും നിങ്ങളോട് പറയുവാൻ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനൊരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്തത്, ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഒത്തിരി പ്രാർത്ഥനയോടെ അങ്ങയുടെ ജനം അങ്ങയുടെ പാദപീഠമായിരിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ വാതിൽ അടിയങ്ങൾക്കായി തുറക്കണം.
എതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ ഈ പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. ഈ ആലയവും ശബ്ദപരിധിയും ലൈവിൽ ഈ വചനം കേൾക്കുന്നവരെയും കർത്താവ് ഇന്ന് പകൽ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കും. തൻ്റെ ദാസൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്ത റെവലേഷൻ പോലെ ഈ പട്ടണത്തിൽ 10 ഏക്കർ സ്ഥലം, അതിനകത്ത് മനോഹരമായ ആരാധനാലയം, കൺവെൻഷൻ മൈതാനം ഉൾപ്പെടെ എല്ലാം ദൈവം ക്രമീകരിക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് പോരിന് തൊട്ട് മുമ്പേ ദൈവം ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ മാസം മാസങ്ങളുടെ ആരംഭമാക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ആബിബ് മാസമായിരുന്നു. ഈജിപ്ഷ്യൻ കലണ്ടറിലെ മാസമാണ് ആബിബ് മാസം. ഈജിപ്ഷ്യൻ കലണ്ടറിൽ 7ാമത്തെ മാസം, നമ്മുടെ ജൂലൈ മാസത്തിന് ചേരുന്ന മാസമാണ് അവരുടെ ആബിബ് മാസം. അവനത് 7ാം മാസമാണ്. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾക്കിത് 1ാം മാസമാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കലണ്ടർ നമ്മുടെ കലണ്ടറുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മുടെ കലണ്ടറിൽ അത്യാവശ്യമുള്ളിടത്ത് 31 ദിവസമുണ്ട്, ചിലയിടത്ത് 28 ദിവസമേ ഉള്ളൂ. 28 ഉള്ളതെന്ന് പറഞ്ഞാൽ ആ മാസം അവസാനിക്കാതിരിക്കുന്നില്ല, പിറ്റേ മാസം 1-ാം തീയതി തുടങ്ങുന്നുണ്ട്. 31 ആയെന്നും പറഞ്ഞുകൊണ്ട് വഴക്കില്ല, അടുത്ത മാസം പിറ്റേ ദിവസം ആരംഭിക്കും. പക്ഷേ ഈജിപ്ഷ്യൻ കലണ്ടറിൽ എല്ലാ ദിവസവും 30 ദിവസമാണ്, എല്ലാ മാസവും 30 ദിവസമാണ്. അവർ സൂര്യമാന കലണ്ടറാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ചന്ദ്രമാന കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് പകൽ സൂര്യനാകട്ടെ, രാത്രി ചന്ദ്രനാകട്ടെ, ഒരു ബാധയും നമുക്ക് ഒരലിയ പറഞ്ഞുണ്ട്. അപ്പം നമ്മൾ ഈ നാളും നാഴിയൊന്നും നോക്കുന്നവരല്ല. എങ്കിലും ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ മാസം എന്ത് ചെയ്യണം? മാസങ്ങളുടെ ആരംഭമാക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു പുതിയ ദിവസം, ഒരു പുതിയ പുറപ്പാടിൻ്റെ ദിവസം. എന്താ പുതുതാകാൻ കാരണം? ആബിബ് മാസം 1-ാം മാസമാകാൻ കാരണം എന്നാ? ആ മാസം 10-ാം തീയതിയാണ് യാഗമാകേണ്ട കുഞ്ഞാടിനെ മാറ്റിക്കെട്ടി. ആ മാസം 14-ാം തീയതിയാണ് കുഞ്ഞാട് യാഗമായി. ആ മാസം 14-ാം തീയതിയാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടിമേൽ കുറുമടിമേൽ പുരട്ടിയത്. ആ മാസം 14-ാം തീയതിയാണ് അതിൻ്റെ മാംസം അവർ കയ്പുചീരിയോടെ തിടുക്കത്തോടെ കാലിൽ ചെരുപ്പിട്ട് അരമുറുക്കി കൈ വടി പിടിച്ച് ഭക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, കുഞ്ഞാട് അറുക്കപ്പെട്ട ദിവസം നിന്റെ ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിൽ അത് പുതിയ ദിവസമാണ്. അവർക്കത് 7-ാം മാസമായിരിക്കും. പക്ഷേ രക്തത്തിൻ്റെ തളി ആചരിച്ചവന്, യേശുക്രിസ്തുവിന്റെ രക്തത്തളി ആചരിച്ചവന് കണ്ടാലും സകലവും പുതുതാ. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ദൈവത്തിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് ആരംഭിച്ചവന്, പുത്രന്റെ രക്തത്താൽ കഴുകിയവന് എല്ലാം പുതിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മോശ എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിതകാലത്തിന് നല്ലൊരു ഭാഗം ഓടിത്തീർത്തവനാണ്. 40-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് വരെ മരുഭൂമി കൂടെ ഓടിയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മാരത്തോൺ ഓട്ടം ഓടിയ മനുഷ്യനുണ്ടെങ്കിൽ അത് മോശയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ ഈ ഓട്ടം തുടങ്ങിയിട്ട് കുറച്ച് കാലേ ആയുള്ളൂ, ഞാനും അനീഷ് പാർസൊക്കെ ഉൾപ്പെടെ. പക്ഷെ മോശ 40 വർഷം ഓടി 2 ഭയവുമായിട്ടാണ്. 2 ഭയം, എൻ്റെ കൂടെ നിന്ന് വരണേ, നമ്മുടെ വാക്യത്തിലേക്ക് തിരിച്ചു വരും. 2 ഭയം. ഒന്ന്, ഈജിപ്ത്യൻ ഫറവോന്റെ ശക്തി തന്നെ കൊല്ലും, തൻ്റെ 1-ാമത്തെ ഭയമാണ്. അപ്പൊ അവന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനുള്ള ഓട്ടം. 2, താനിപ്പോൾ ഈ വിഷയത്തിലായത് സ്വന്തം ജനത്തെ രക്ഷിക്കാൻ പോയതുകൊണ്ട്.
ചാകുന്നവൻ ചാകട്ടെ, അടിമവേല ചെയ്യുന്നവൻ ചെയ്യട്ടെ, ഊഴിയവേല ചെയ്യുന്നവൻ അത് ചെയ്യട്ടെ, എനിക്കെൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ മതി എന്ന് ആ പാവം മനുഷ്യൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. ഇപ്പം ഈജിപ്ഷ്യരും ഫറവോന്റെ ശക്തിയും ഇസ്രായേലും ഒരുമിച്ച് വിരോധമായത് ഇവരെ രക്ഷിക്കാൻ പോകണ്ട. പക്ഷെ അവർ ചോദിക്കാം, നിന്നെ ആരാടാ പോയി ഞങ്ങൾക്ക് നേതാവാക്കി? ഞങ്ങളുടെ ലീഡർ നീ അന്ന് ആരാ പറഞ്ഞേ? ഇപ്പൊ രണ്ട് ശക്തികളെ ഭയപ്പെടുള്ള ഓട്ടം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ദേവദാസൻ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോളൂ. ഇവിടെ ശ്രദ്ധിച്ച്, ആ ഓട്ടം 40 വർഷം തിരിഞ്ഞു നോക്കാതെ ഓടി. നാടും വീടും കൂടെ ഒന്നിച്ചു വെറുത്താൽ ഓടുമല്ലാതെ വേറെ രക്ഷയൊന്നും ഇല്ല. ഓടി. 40ാമത്തെ വർഷം ഒരു അപൂർവ കാഴ്ച കണ്ടു. എന്തോ കണ്ടു? മരുഭൂമിക്ക് അപ്പുറത്ത് ചെന്നപ്പോഴാണ് കണ്ടത്. എല്ലാവർക്കും ഒരു മരുഭൂമിക്ക് അപ്പുറമുണ്ട്. സ്വത്രം പറയണം. 2026 ഞാൻ മരുഭൂമിക്ക് അപ്പുറത്തെത്തും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഹല്ലേലൂയ. മരുഭൂമിക്ക് അപ്പുറത്തെത്തിയപ്പോൾ അത് ദൈവത്തിന്റെ പർവ്വതമാണ്. ഹല്ലേലൂയ. നീ ഓടി ഓടി വിഷമിച്ച് തകരല്ല. നീ ഓടി അവസാനിക്കുന്നത് ദൈവത്തിന്റെ പർവ്വതത്തിലായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒരു പുതുവത്സരത്തിന്റെ ആരംഭത്തിൽ നിന്നെ ഓടിച്ചുകൊണ്ട് എത്തിക്കുന്നത് ദൈവത്തിന്റെ പർവ്വതത്തിലാണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ഈ പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പർവ്വതത്തിലെ അപൂർവ കാഴ്ച കണ്ടപ്പോൾ അതെന്നാന്നറിയാൻ അങ്ങോട്ടോടി. ഇത് 2ാമത്തെ ഓട്ടമാണ്. 1ാമത്തെ ഓട്ടം ജീവനെ പേടിച്ചുള്ള ഓട്ടം, മരണ ഓട്ടമാണ്. 2ാമത്തെ ഓട്ടം തീ കത്തുന്നു, മുള്ളു വേകുന്നില്ല. സ്തോത്രം. കത്തിയതെല്ലാം വെന്തിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം വേകുന്നില്ല. അന്നേരം അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ തീക്കകത്തുനിന്ന് ഒരാൾ പറഞ്ഞു, വടി നിലത്തിടണം. വടി നിലത്തിട്ടപ്പോൾ ഒരു പാമ്പ്. പുള്ളി ഇങ്ങോട്ട് ഓടി. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ പുള്ളി കുറെ കാലമായിട്ട് ഓട്ടത്തോടെ ഓട്ടമാണ്. ഇപ്പൊ തമ്പുരാൻ പറഞ്ഞു, നിർത്ത്, ഓടണ്ട. ഇന്ന് പകലത്തെ പ്രാരംഭ ദൂത് ഓടണ്ട. നീ വന്നെത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ അടുക്കലാണെങ്കിൽ ഇതുവരെ ഓടിയത് മതി, തിരിച്ചോടണ്ട. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. നീ ഈ പകൽ വിശ്വസിക്ക്, തിരിച്ചോടണ്ട. നീ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അടുക്കല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം പറഞ്ഞു, മോശെ നിക്ക്, ഓടണ്ട. നീ ആ പാമ്പിന്റെ വാലെ കയറി പിടി. വാലെ പിടിച്ചപ്പോ അതെന്തായി? ഇത്രയേ ഉള്ളൂ പ്രശ്നം. ദൈവസന്നിധി വന്നാ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി നിന്നെ 40 വർഷം ഓടിച്ച ഫറവോൻ നിന്റെ കൈക്കകത്ത് ഒതുങ്ങും. സ്തോത്രം പറയണം. നിന്നെ കൊത്തി മലർത്തുന്ന് പറഞ്ഞ് ഓടിയില്ലേ, ആ ഫറവോന്റെ ശക്തി ഈ കൈക്കകത്ത് ഒതുങ്ങും ദൈവത്തിന്റെ പർവ്വതത്തിൽ വന്നുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച സ്വന്തക്കാരില്ലേ, അവനും ഈ കൈക്കകത്ത് ഒതുങ്ങും. സ്തോത്രം പറയണം. നിന്റെ കൈക്കകത്ത് ഒതുങ്ങാത്ത ഒരു വിഷയം ഇനിയില്ല എന്നാ ദൈവാത്മാവ് ദൂത് പറഞ്ഞ്. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഇപ്പോൾ ദൈവത്തെ ആരാധിച്ചോ. ഇതുവരെ ഓടിയത് മതി, ഇനി നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു വിഷയമില്ല. ഓ ജിബരജാന വൈഡവേദ രൗഷരിബല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നീ നിന്നോട് തന്നെ പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ സ്ഥലത്തെത്തിയത് കൊണ്ട് ഇനിയും എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉറപ്പായിട്ട് പറയണം. എന്നെ ഭയപ്പെടുത്തി, എന്നെ വെരുട്ടി, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ഓടിച്ച് എൻ്റെ മരണം കണ്ടേ അവസാനിക്കത്തുള്ളത് പറഞ്ഞിടത്ത് അതൊക്കെ ഇന്ന് പകൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പോവുകയാണ്. 2026 ഒതുങ്ങാത്ത ചില വിഷയങ്ങൾ അഭിഷേകമുള്ള നിന്റെ കയ്യിൽ അഭിഷേകത്താൽ ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ നീ പോകുന്ന വഴി പ്രശ്നമില്ലെന്നല്ല. നീ പോകുന്ന വഴിക്ക് വലിയ ചെങ്കടലുണ്ട്. ചെങ്കടലുണ്ടെന്നും പറഞ്ഞ് ഞാൻ വരച്ച റൂട്ട് മാറ്റത്തില്ല. നീ ഇനി 21 ഇരുന്നാലും മാറ്റത്തില്ല, നീ 40 ഇരുന്നാലും മാറ്റത്തില്ല, ഇനി യേശുവിനെ കവർ ചെയ്ത് 41 ഇരുന്നാലും റൂട്ട് മാറ്റത്തില്ല. പിന്നെന്തോ ചെയ്യും? ചെങ്കടൽ മാറ്റിത്തരും. സ്വതന്ത്രം പറഞ്ഞില്ല, ഞാൻ വെട്ടിയ നിന്റെ റൂട്ട് മാറ്റത്തില്ല, പകരം റൂട്ടിലുള്ള തടസ്സം ഞാൻ അങ്ങ് മാറ്റും. ഒരു സ്വോത്രം ഈ രാവിലെ പറയണം. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി തുറന്ന വഴി, അതുവഴി തന്നെ നിന്നെ കൊണ്ടുപോകുവാൻ എന്റെ ദൈവശക്തനാണ് ഉറപ്പുള്ളവര്. പരിശുദ്ധാത്മാവ് ആഴമായി രാവിലെ ഇടപെടുകയാണ്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. അസാധാരണമായ ഒരു വിടുതൽ ഇന്ന് രാവിലെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ചെങ്കടൽ എത്ര നേരം മാറ്റിയെന്ന? വെറും 3 മണിക്കൂർ. ഒരു രാത്രി മൊത്തം മാറ്റിയില്ല, വെറും 3 മണിക്കൂർ. അർദ്ധരാത്രിയിൽ അവർ പുറപ്പെട്ട് ചെങ്കടലിന്റെ തീരത്ത് വന്നു. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം അഗ്നിമേഘസ്തംഭത്തിൽ നിന്നു, പറവോനെ നോക്കി, വെള്ളം മൂടി. അർദ്ധരാത്രിയും പ്രഭാതയാമവും തമ്മിൽ എത്ര സമയമുണ്ട് പറഞ്ഞേ? 3 മണിക്കൂർ. സ്തോത്രം. നിന്റെ മുമ്പിലെ തടസ്സം മാറ്റി നിന്നെ വാഗ്ദത്തത്തിൽ കയറ്റാൻ ദൈവത്തിന് വിരലിലെണ്ണുന്ന മണിക്കൂർ മതി. സ്തോത്രം പറയണം. നിന്റെ മുമ്പിൽ ആ വലിയ പ്രശ്നം, അതിന്റെ നീളവും ആരോ എനിക്കറിയത്തില്ല. ആ വലിയ പ്രശ്നം മാറ്റാൻ ദൈവത്തിന് വിരലിലെണ്ണാവുന്ന മണിക്കൂർ മതി. ആ മണിക്കൂറിനകത്ത് കടല് മാറ്റി, വഴി തുറന്ന്, വാഗ്ദത്തത്തിൽ കയറ്റി പിൻഗമിക്കുന്ന വ്യാപാരത്തെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ്. ഓ അങ്ങനെയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട്, ലൈവിൽ കേൾക്കുന്ന സഹോദരനോട് പറയട്ടെ, നിനക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ നിയമം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മാറ്റാൻ, നിന്റെ PR അടിക്കുന്നത് വരെ ഒരു 3 മണിക്കൂർ, നിന്റെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നവരെ 3 മണിക്കൂർ, നിന്റെ ടിക്കറ്റ് കിട്ടുന്നവരെ ഒരു 3 മണിക്കൂർ. അതിനകത്ത് നിന്റെ കാര്യം നടക്കും. പിന്നെ നിയമം ചിലപ്പോൾ പഴയതുപോലെ കൊണ്ടുവരും, കടല് പിന്നെയും പണ്ടത്തെ കൂട്ടാകും. പക്ഷെ നിനക്ക് വേണ്ടി ഒരു ടൈം ഒരുക്കി ആരോടൊക്കെയോ രാവിലെ ആത്മാവാരത്തിൽ ഇടപെടുകയാ. വിശ്വസിക്കുന്നവര് മാത്രം. പരിശുദ്ധാത്മാവ് ദൂത് പറയാ. നേരെ അക്കരെ ഭയങ്കര മാറയുണ്ട്. എന്തുകൊണ്ട് മാറയുണ്ടോന്ന് പറഞ്ഞത്? തമ്പുരാൻ റൂട്ട് മാറ്റിയില്ല. എൻ്റെ ദൈവമക്കൾ പോകുന്ന വഴി എന്നാ പിന്നെ ഇത്രയും നാൾ കയ്പായിരുന്നു, കയ്പ് കുടിച്ച് മടുത്ത് വരുക, എന്നാ പിന്നെ ഇനി ആ വഴിയെ പോകണമേ, റൂട്ട് മാറ്റത്തില്ല. പക്ഷെ ആ കയ്പ് അങ്ങ് മധുരമാക്കും. നിന്റെ പ്രശ്നം മാറ്റി തന്നാ പോരെ. നീ ഇപ്പൊ പോകുന്ന വഴി മാറ്റത്തില്ലെന്ന് ദൈവം തമ്പുരാൻ വരച്ച വഴിയെ നിന്നെ വിടും. പക്ഷെ മുമ്പിലെ ചെങ്കടൽ മാറ്റും, മാറയെ മധുരമാക്കും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാവിലെ ശക്തമായി പരിശുദ്ധാത്മാവ് ഒരു പുതുവത്സര ദൂത് കൈമാറുകയാ. തമ്പുരാൻ വരച്ച റൂട്ട് മാറ്റത്തില്ല, പക്ഷെ ആ റൂട്ടിലെ തടസ്സങ്ങളെ വിശ്വസിക്കുന്നവര് മാത്രം. ഓ ചില പോരുകൾ അരിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഇന്ന് രാവിലെ ചോദിച്ചില്ലേ ഈ കല്ല് ജീവിക്കുമോന്ന്? നീ ഇന്നലെ ചോദിച്ചില്ലേ ഈ അസ്ഥികൾ ജീവിക്കുമോന്ന്? നീ 25-ന്റെ അവസാനം ചോദിച്ചില്ലേ അപ്പം കൂടെ തരാൻ കഴിയുമോന്ന്? ഹലോ, ഈ ദൈവത്തിന് മാംസം കൂടെ തരാൻ കഴിയുമോന്ന് ചോദിച്ചില്ലേ? ഇന്ന് പകൽ ദൈവത്തിന് സകലവും പറ. ദൈവത്തിന് സകലവും ഇറങ്ങിത്തിരിച്ച നീ ഈ രാത്രി സംശയിക്കല്ലേ. നിന്റെ ഹൃദയത്തിലെ സകല സംശയവും മാറ്റണം. നീ പറ, ഈ കല്ല് ജീവിക്കും. ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിക്കും.
ശത്രു തകർത്ത് തരിപ്പണമാക്കിയിടത്തുനിന്ന് ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. 26 തകരുന്ന വർഷമല്ല, 26 ദൈവം ചിലതിനെ പണിയുന്ന വർഷമാണ്. ചണ്ടിക്കൂമ്പാരത്തിലെ കല്ലുകൾ ജീവിക്കുന്നത് പോലെ ചില നിർജീവത്വങ്ങളെ ദൈവം മാറ്റുമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ജനത്തോട് ഇടപെടുകയാ. ഹല്ലേലൂയ. താഴ്വരയിലെ അസ്ഥികൾ ജീവിക്കുമോ? ഹലോ, നിങ്ങൾ പറ. സ്വർഗം അത് കേക്കട്ടെ, പിശാചും കേക്കട്ടെ. എടാ, ഇനി ഉണക്കാനൊക്കത്തില്ല, ഇനിയും ചിതറിക്കാനൊക്കത്തില്ല. ഞങ്ങൾ ഈ താഴ്വര ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കുമടാ എന്ന് അഭിഷേകമുള്ളവൻ പറയണം. ഈ ഞങ്ങളെ കൊണ്ട് ചിതറിച്ചുണക്കി ഇട്ടേക്കുന്ന ഈ താഴ്വരയിൽ എന്റെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വചനത്താൽ ഞങ്ങൾ ഒരു സൈന്യമായിട്ട് എഴുന്നേൽക്കുമെന്ന്, ആത്മാവിനാൽ ഞങ്ങൾ യുദ്ധസന്നദ്ധരാകുമെന്ന് നിരവധി ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരോട് ദൈവാത്മ പറയുന്നു. അപ്പം തരാൻ കഴിയും, ഇറച്ചി തരാൻ കഴിയും, ചെങ്കടൽ വിഭജിക്കാൻ കഴിയും, മാറയെ മധുരമാക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ മാത്രമേ കരമടിച്ച് ആരാധിക്കാവുള്ളൂ. നിരാവിലെ ശ്രേഷ്ഠകരമായ ചില വിടുതലുകൾ ദൈവം ജനത്തിന് വേണ്ടി പകരുകയോ. ഇരുപത്തിയഞ്ചിന്റെ അവസാനം വരെ വെട്ടുക്കിളിക്ക് ചെയ്യാവുന്ന എല്ലാം അത് ചെയ്തു, വിട്ടിലിന് ചെയ്യാവുന്ന അത് ചെയ്തു, പച്ചപ്പുഴിന് ചെയ്യാവുന്നത് അത് ചെയ്തു, തുള്ളന് ചെയ്യാവുന്നത് അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. പച്ചപ്പുഴിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, വിട്ടിലിനെ സൃഷ്ടിച്ചപ്പോൾ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് അവൻ്റെ വിശ്വാസത്തോടെ ചെയ്യണം. അവൻ ചെയ്യട്ടെ, അവൻ പറയട്ടെ, അവൻ എഴുതട്ടെ, അവൻ തള്ളട്ടെ, നിന്റെ വഴി അടയ്ക്കട്ടെ, അവൻ പച്ചയെല്ലാം തിന്ന് തീർക്കട്ടെ. ഹലോ, പക്ഷെ അതുകൊണ്ട് തീരത്തില്ലെന്ന്. പച്ചപ്പുഴുവും വെട്ടിക്കിളിയും തുള്ളനും വീട്ടിലും ശേഷിപ്പിച്ചതിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു മഞ്ഞിന്റെ കണം വീഴുമ്പോൾ പുതിയതിനെ മുളപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാവിലെ കരമടിച്ച് ആത്മാവിൽ പ്രതികരിക്കട്ടെ. ഇതൊരു പുതിയ പച്ചിപ്പിന്റെ മുറിച്ചെടുത്തുനിന്ന് മുളയ്ക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഒരിക്കലൂടെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാനൊരു കാര്യം പറയാം. ദൈവയുടെ പാ വിരിച്ചിട്ടേക്കുവാ മുട്ടുമടക്കാൻ. എനിക്ക് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ മുട്ടയിരിക്കാനാണ് ഭയങ്കര പ്രയാസം. ഞാൻ മുട്ടയിലിരിക്കത്തുള്ളൂ. ദേവദാസൻ അറിയാം. എൻ്റെ കൂടെ വന്ന് ദേവദാസനെ മുട്ടയിലായിരിക്കും. അവിടെ ഞങ്ങളുടെ MLA വന്നാലും എൻ്റെ കൂടെ മുട്ടയിലായിരിക്കും. പുള്ളി വോട്ടിനാണ് വന്നത് എങ്കിലും ഞാൻ നിരത്തിരിക്കുമ്പോൾ പുള്ളി കസാറ ഇരിക്കാനൊക്കത്തില്ല. പുള്ളി മുട്ടയിരുന്നു. അതല്ലേ പറഞ്ഞത്, ആ സിസ്റ്റം അങ്ങനെ. പക്ഷെ കോവിഡ് വന്നപ്പം കൊച്ചുപിള്ളേർ സഹിതം എവിടെ കയറി, കസാറ കയറി, ഞാനും കസാറ കയറി. പക്ഷെ കഴിഞ്ഞൊരു ദിവസം ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് പറഞ്ഞു മുട്ട ഇരിക്കാൻ പറഞ്ഞു. 2 കാലിനെ മുട്ട പിടിച്ചു മുട്ടുകുത്താൻ പറഞ്ഞു. പണ്ടിരുന്ന് പോലെ ഇരുന്നോണമെന്ന് പറഞ്ഞു. ഹലോ, നമ്മൾ സീനിയറായത് പറഞ്ഞിരിക്കുക. പക്ഷെ സീനിയറായി എന്നോട് പറഞ്ഞു മടക്കാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു ദൂത് പറഞ്ഞു. അത് പറയാനാ, ദൂത് കേൾക്കണം. ദേവദാസ പറയാൻ കൊള്ളാം ദൂത. മുട്ടയിരുന്ന ഏലിയാവ് ഓടിയില്ല. മോശ ഓടിയവരൊന്നും ഇരുന്നിടത്തിരുന്നതേ ഉള്ളൂ. കാണാൻ വന്നവൻ 7 പ്രാവശ്യം അങ്ങോട്ട് ഓടി, 7 പ്രാവശ്യം ഇങ്ങോട്ട് ഓടി. കാണാൻ വരുന്നവൻ ഓടിക്കൊണ്ടിരിക്കും. സ്വതന്ത്രം പറയണം. മുട്ടയിരുന്നവൻ ഓടിയേ ഇല്ല. ഒറ്റ ഇരിപ്പ്, തല മുട്ടിനിടയിട്ട് ഓടിയോൻ. അവസാനം 14ാമത്തെ പ്രാവശ്യം 7 അങ്ങോട്ടും 7 ഇങ്ങോട്ടും 14ാമത്തെ പ്രാവശ്യം കയ്യോളം കണ്ടു. ഒരു ചെറിയ വിടുതൽ. പനി മാറിയായിരുന്നു, ചൊറിച്ചില് മാറിയായിരുന്നു. സഭയോടുള്ളതല്ല, ദേഹത്തോട്. ഹലോ, ചൊറിച്ചില് മാറിയായിരുന്നു. പക്ഷെ ഏലിയാവ് വലിയ മഴയുടെ പ്രാർത്ഥിക്കുന്നവനെ വലുത് കിട്ടത്തുള്ളൂ. മറ്റവൻ ഓടി ഓടി അവസാനം ഒരു കയ്യോളം കിട്ടിയിട്ട് അവൻ പോകും.
നല്ല സ്വോത്രം ഈ പകൽ പറയണം. അതുകൊണ്ട് മുട്ടയിലിരിക്കുന്നത് പോലെ അനുഗ്രഹം വേറെ ഇല്ല കേട്ടോ. ഈ ഉപവാസം നിന്നെ ഇരുത്തിയേക്കുക. കഴിഞ്ഞ കാലത്തെ കൂട്ട് ഓടി വലയാനല്ല, ഓടി അലയാനല്ല. നിനക്ക് എന്തിനാ മുട്ടയിരുന്നറിയാം? അല്പസമയം കഴിയുമ്പോൾ രഥത്തിന് മേളിൽ നിനക്കൊരു ഓട്ടമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് പിന്നെ ആർക്കും തടയാനൊക്കത്തില്ല. രാജാവിന്റെ രഥത്തിന് മുകളിൽ ഓടുന്ന ഒരു ഓട്ടത്തിന് വേണ്ടിയാണ് നിന്നെ മുട്ടയിരുത്തിയേക്കുന്നത്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോ. ലോകത്തിൽ തടയാൻ കഴിയാത്തൊരു ശക്തിയോടെ ഓ ജിമന രഗത രൗഡ റിബലെ അർത്ഥേ മനകെ വൈഡേ റിബല. പിന്നെ ഗേഗസി ഓടി നയമാന്റെ രഥത്തിന്റെ പുറകെ ചില്ലറയ്ക്ക്. എലിശ ഓടിയൊന്നുമില്ല. ഓടിയോനവന്റെ സന്തതിക്കും കുഷ്ഠം. ഇരുന്നവനെ ദൈവം മാനിച്ചു. അങ്ങനെയാണ് നീ വെപ്രാളം പിടിച്ച് ഒന്നിനും എന്ത് ചെയ്യണ്ട, ഓടണ്ട. പറഞ്ഞേ, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനും മടങ്ങി വരാം. നീ ഇന്ന് പകൽ 2 ദൂത് കേട്ടോ. ഒന്ന്, നിന്റെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ പറ ഇല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതേത് പോരായാലും ആത്മാവിന് നീ പ്രാർത്ഥിച്ച ആ വിഷയം നിന്റെ കൈക്കകത്ത് ഒതുങ്ങും. രാവിലെ ആരോടോ ശക്തമായി ഇടപെടുക. ഞാൻ മടങ്ങി വരട്ടെ. ഇരമ്യാവെന്ന പ്രവാചകൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം കണ്ട പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് തന്നെ പ്രവാചകനായി ദൈവം നിയമിച്ചതാണ്. ഇത്രയും ശക്തനായ ദൈവത്തിന്റെ ദാസൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ ദയവ് ചെയ്തൊന്ന് ഒഴിവാക്കി തരണം. എനിക്കതിനുള്ള കഴിവില്ല, സംസാരശേഷിയില്ല, ഒഴിവാക്കണം. പക്ഷെ ദൈവം പറഞ്ഞില്ല, നിന്നെ തന്നെയാണ് ഞാൻ കണ്ടേക്കുന്നത്. കഴിവില്ലെന്ന് പറഞ്ഞോൻ 1 രാജാക്കന്മാരുടെ പുസ്തകം എഴുതി 22 അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം എഴുതി 25 അധ്യായം, ഇരമ്യാ പ്രവചനം എഴുതി 52 അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം എഴുതി 5 അധ്യായം, എല്ലാം കൂടെ 104 അധ്യായം ആ മനുഷ്യൻ തന്നെ എഴുതി. ഒരല്ലേ പറഞ്ഞേ? ആരാ എഴുതിയേ? ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മിനിസ്ട്രി പല നിലയിലായിരുന്നു. ഇന്നത്തെ മിനിസ്ട്രി കിണറിനടിയിലാണ്. നാളത്തെ മിനിസ്ട്രി ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടതയുടെ കണ്ണുനീരും. പ്രൈസ് ദി ലോർഡ്. നാളെ കഴിഞ്ഞ ശുശ്രൂഷ കുശവന്റെ വീട്ടിൽ, അല്ലാതെ ന്യൂ ഇന്ത്യയുടെ ജനറൽ കൺവെൻഷനോ ചർച്ചക്കോടിൻ്റെ ജനറൽ കൺവെൻഷനോ ഒന്നും അല്ല. ഒരല്ലേ പറയണം. നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ? 104 അധ്യായം എഴുതി ഇസ്രായേലിന്റെ ഭാവി പ്രവചിച്ച മനുഷ്യന്റെ ശുശ്രൂഷ ഇന്ന് രാവിലെ കുശവന്റെ വീട്ടിൽ. രാവിലെ പുസ്തകം എടുത്തുകൊണ്ട് പുള്ളി പോവാ കുശവന്റെ വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്. ഈ ഇരിക്കുന്ന വീട്ടിൽ വെച്ചങ്ങ് സംസാരിച്ചാൽ എന്നാ കുഴപ്പം? ഹലോ, നീ പോണം. നിന്നോട് എനിക്ക് അവിടെ വെച്ച് സംസാരിക്കാനുണ്ട്. പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. നിനക്കിഷ്ടമില്ലാത്ത ചില മണ്ഡലങ്ങൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമ്പോൾ, നിന്റെ മിനിസ്ട്രി വെളിപ്പെടുമ്പോൾ, നീ ഉടനെ പൊട്ടിത്തകർന്ന് ഞാൻ ഇത്രയും പരമാർത്ഥയോടെ ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നത് പറഞ്ഞ് പുറവെറുക്കരുത്. അവിടെ വെച്ച് നിന്നോട് സംസാരിക്കാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 2025 നീ കടന്നുപോയ ചില മേഖലകൾ ഓർക്കുമ്പോൾ ഒത്തിരി ചങ്കു പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് നിന്നോട് കൂടെ നിന്നവർ ഒറ്റപ്പെടുത്തി, പരിഗണിക്കുമെന്ന് വിചാരിച്ചവർ അവഗണിച്ചു, പുകഴ്ത്തുമെന്ന് വിചാരിച്ചവർ പരിഹസിച്ചു, ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചവർ തടഞ്ഞു. ഹലോ, പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നല്ല സ്തോത്രം പറയണം. നീ അവഗണിക്കപ്പെട്ടിടത്ത് ദൈവത്താൽ പരിഗണിക്കപ്പെടും. നീ തള്ളപ്പെട്ടിടത്ത് ദൈവത്താൽ ഉയർത്തപ്പെടും. നീ പരിഹസിക്കപ്പെട്ടിടത്ത് നിന്നെ ദൈവത്താൽ മാനിക്കപ്പെടും.
ഹല്ലേലൂയ. നിന്നെ ഉടച്ചടത്ത് തന്നെ ദൈവം പണിയും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. എവിടെ വെച്ച് നീ ഉടഞ്ഞോ അവിടെ വെച്ച് ദൈവം നിന്നെ ഒന്നുകൂടെ പുതുക്കി പണിയുമെന്ന് രാവിലെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു പുതിയ പണി ഇന്ന് രാവിലെ ദൈവം നിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ. ഓ Praise the Lord. Praise the Lord. യിരെമ്യാവിനെ ഒരു വലിയ ദൂത് പഠിപ്പിക്കുക. മണ്ണിനെ ദൈവത്തിന്റെ ഹിതപ്രകാരം അത്ഭുതമാക്കി മാറ്റുന്ന ദൈവമുണ്ടെന്ന് യിരെമ്യാവിനെ പഠിപ്പിക്കാൻ പോയി. എന്തിനാണ്? കാലിൻ്റെ ഇടയിലിട്ട് ചവിട്ടി മെതിക്കുന്ന മണ്ണിനെ കുശവന്റെ ചക്രത്തിൽ കയറിയാൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉടഞ്ഞാലും തകർന്നാലും പേടിക്കണ്ട. നീ ഇരിക്കുന്നത് കുശവന്റെ ആ 10 വിരലിന്റെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? നീ ഉടഞ്ഞേക്കുന്നത് ആ കൈ വെച്ചാണെങ്കിൽ ഉടഞ്ഞതിനെ പണിതെടുത്ത് പുതിയതൊന്നാക്കാൻ കഴിയുന്ന ദൈവം 2026 ആരംഭ ദൂത് ഞാൻ പറയുന്നു. ഉടഞ്ഞതിനെ കുശവൻ എന്ന പകരക്കാലം ഒരത്ഭുതമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, വീണ്ടും പുതുക്കി പണിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തെ കരമുയർത്തി സ്തുതിച്ചേ. ഒരു പുതുക്കി പണി. ഈ ഉപവാസം വെറുതെയല്ല. ആണ്ടിന്റെ ആരംഭത്തിലെ ഉപവാസ പ്രാർത്ഥന നിന്നെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ സഭയെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ എന്റെ ദൈവം ഒന്ന് പുതുക്കി പണിയാൻ പോകുകയാണെന്ന് ഉറപ്പുള്ളവര് ഹല്ലേലൂയ. ഞാൻ രാവിലെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഈ തകർച്ച സംഭവിക്കുമ്പോഴും കൈവച്ചെന്നെ ചീത്തയായപ്പോഴും മണ്ണിന്റെ സ്വപ്നം പോയി കാണും. പക്ഷെ മീതെ കൈവച്ച കുശവന്റെ സ്വപ്നം പോയിട്ടില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. കറങ്ങുന്ന ചക്രത്തിൽ ഇരിക്കുന്ന കുശവന്റെ കയ്യിൽ വെച്ച് ഈ മണ്ണ് ചീത്തയായി. മണ്ണ് ചീത്തയായപ്പോൾ മണ്ണിന്റെ സ്വപ്നം എല്ലാം കൂടെ ചീട്ടുകൊട്ടാരം പൊളിയുന്ന പോലെ പൊളിഞ്ഞു കാണും. ഇനി ഞാൻ നാളെ തൊട്ട് മിനിസ്ട്രിക്കും പോകുന്നില്ല, ശുശ്രൂഷയ്ക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയേക്കാം. പക്ഷേ കുശവന്റെ സ്വപ്നം പോയിട്ടുണ്ടോ? പറഞ്ഞേ. ഞാൻ ദൈവത്തെ നിരാവരെ സ്തുതിക്കുക. നീ രൂപപ്പെടുന്നത് നിന്റെ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കുശവന്റെ മനസ്സിലെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് യിരെമ്യാവിനെ പഠിപ്പിക്കുക. യിരെമ്യാവിനെ കാര്യം പഠിപ്പിക്കുക, ദൂത് പഠിപ്പിക്കുക. ദൂത് പഠിപ്പിക്കാൻ വേണ്ടി കുമ്പനാട് ഗബ്രോനിലല്ല കൊണ്ടുപോയെ, ബൈബിൾ കോളേജിലല്ല കൊണ്ടുപോയെ, മുളക്കര ബൈബിൾ കോളേജിന്റെ മുത്തശ്ശിയുടെ അടുക്കലല്ല കൊണ്ടുപോയെ, ഒരു കുശവന്റെ വീട്ടിൽ. സ്വർഗം പറഞ്ഞു, കുഞ്ഞേ, ഈ ചീത്തയായ മണ്ണ് നീ ഇപ്പം നോക്കിക്കോണം. ഞാൻ എൻ്റെ ഹിതപ്രകാരം മറ്റൊരു പാത്രമായി രൂപപ്പെടുത്തിയെടുക്കാൻ പോകുകയാണ്. 24 മണിക്കൂറും കറങ്ങുന്ന ചക്രത്തിൽ ഇരിക്കുന്ന കുശവന്റെ ചലിക്കുന്ന കരത്തിൽ ഇരിക്കുന്ന മണ്ണ് മറ്റൊരു നിലയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ 26-ൽ പുതിയൊരു നിലയിൽ നിന്നെയും നിന്റെ കുടുംബത്തെ, തലമുറയെ ദൈവം ഒന്ന് പണിതെടുക്കുമെന്ന് ഇന്ന് അവരെ വിശ്വസിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് 30,000 പേര് വേണ്ട. ദൈവത്തിന് 3 ലക്ഷം പേരും വേണ്ട. ദൈവത്തിന് 10,000 പേരും വേണ്ട. ദൈവത്തിന് നക്കി കുടിക്കുന്ന ഒരു 300 എണ്ണം മതി. ദൈവത്തിന് വാള് വേണ്ട, പരിചയ വേണ്ട, കുന്തം വേണ്ട. ദൈവത്തിന് ഈ സൈസിൽ കുശവന്റെ ഈ പണിതെടുത്ത ഒരു 300 മൺകുടം മതി. സ്വതന്ത്രം പറഞ്ഞില്ല. വില്യം പരിചയം കുന്തവും വാളും ഒന്നും വേണ്ടെന്ന്. ദൈവത്തിന് കുശവന്റെ കയ്യിൽ പണിതെടുത്ത ഒരു 300 മൺകുടം, അതിനകത്ത് കത്തുന്നൊരു തീ.
പ്രൈസ് ദി ലോർഡ്. ആവശ്യം വരുമ്പോൾ കുടമുടയുന്നു, തീ കത്തുന്നു. രണ്ട് സംഭവം നടന്നാൽ യുദ്ധം നീ ജയിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ഇന്ന് രാവിലെ ദൈവം ശത്രുപാളയത്തെ പരക്കം പായിക്കുന്നത് പോലെ നിന്റെ കൂടാരത്തിന് വലയം ചെയ്തു വരുന്ന ആ മിഥ്യാന്യ വ്യാപാരങ്ങൾ ഭയപ്പെട്ടോടത്തക്കതുപോലെ ഇന്ന് പകൽക്കാല സ്വർഗം നിന്നെ പണിതെടുക്കുമെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാവിലെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, ഈ ഹാഗാർ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ പ്രസംഗിച്ച് മടുത്തൊരു കഥാപാത്രം. പുസ്തകത്തിൽ ആകെപ്പാടെ 4 ആ സഹോദരിയെ കുറിച്ച് പറയുന്നുള്ളൂ. 4. ഉൽപ്പത്തി 25, 22, 24 3 അധ്യായം. അത് കഴിഞ്ഞാൽ ഗലാത്തിനത് ഒരു വാക്യം. പരിപാടി തീർന്നു. അവിടെ ഒരു സമയത്ത് ഇറങ്ങി ഓടി. ഓടിയപ്പോൾ കൊച്ചു ജനിച്ചില്ല. കൊച്ചു വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ. തമ്പുരാൻ അവളെ പിടിച്ചു. തമ്പുരാൻ 3-4 ചോദ്യം ഒന്നിച്ച് ചോദിച്ചു. നീ എവിടെ പോന്നു? എവിടെ നിന്ന് വരുന്നു? എന്തിനു പോന്നു? എല്ലാം കൂടെ ചോദിച്ചപ്പോൾ അവള് ഞെട്ടിത്തരിച്ചു പോയി. അവളൊരു പേരിട്ട് ദൈവത്തിന്, എന്നെ കാണുന്നവൻ. എന്താണ്? എന്നെ കാണുന്നവൻ. ദൈവം പറഞ്ഞു, തിരിച്ചുപോയി നിന്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കണം. എത്ര വർഷമാ? ഞാൻ ഉറവ തുറക്കുന്നൊരു ടൈമുണ്ട്. അത് ഇന്നല്ല. ഇന്ന് തുറക്കുന്ന നീ ഇറങ്ങി ഓടല്ല. ഞാൻ തുറക്കാൻ നിശ്ചയിച്ച് എൻ്റെ ടൈമുണ്ട്. നിന്റെ ക്ലോക്കിലെ ടൈമല്ല. 25 ഡിസംബർ 31 തുറന്നിരുന്നും പറഞ്ഞാൽ നീ 26 കയറി ഉപവസിക്കുന്നേ. അത് നിന്റെ കലണ്ടറിലെയാണ്. ദൈവം പറഞ്ഞു, പോയി കീഴടങ്ങിയിരിക്കുക. നീ ഇപ്പം നിൽക്കുന്നിടത്ത് ഞാൻ ഉറവ തുറക്കും. അത് നിനക്ക് നിന്റെ സന്തതി പരമ്പരയ്ക്ക് ഉള്ളതാ. പക്ഷെ ഇപ്പോഴല്ല. അതുവരെ നീ ബലമുള്ള കൈക്കീഴ് എന്ത് ചെയ്യണം? സ്തോത്രം. പിന്നെ വാഗ്ദത്തം, ഞാൻ അങ്ങനെ സഹോദരിമാരുടെ വാഗ്ദത്തങ്ങൾ പറയാറില്ല. പക്ഷെ നിന്നോട് പറയാൻ പോവാ. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ വാഗ്ദത്തം പറയാൻ പോവാ. നീ നിൽക്കുന്ന സ്ഥലം നിനക്ക് ഞാൻ തരും. നിന്റെ സന്തതിക്ക് ഞാൻ, നിന്റെ വയറ്റിൽ ജനിച്ചാൻ പോകുന്ന ആൺകുഞ്ഞ, ഭയങ്കര സ്കാനിങ് റിപ്പോർട്ടാണ്. ആൺകുഞ്ഞ്. നീ അതിന് ഇസ്മായിൽ എന്ന് പേരിടണം. നീ എന്നെ കൊല്ലാതെ വളർത്തണം. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാരെഴുന്നേക്കും. ഇസഹാക്കിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാരെഴുന്നേക്കും. അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാരെഴുന്നേക്കും. പ്രൈസ് ദി ലോർഡ്. നല്ല ഹല്ലേലൂയ പറയണം. കൊച്ചു വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ. ഈ അടിമപ്പെണ്ണിനോട് ദൈവം ദൂത് പറഞ്ഞു. സാറയോട് പോലും ഇങ്ങനത്തെ ദൂത് ദൈവം പറഞ്ഞിട്ടില്ല. സ്വത്രം പറയണം. അപ്പൊ നിന്നെ മിസ്രൈമിൽ നിന്ന് അടിമയായി, വേലക്കാരിയായി, തൂപ്പുകാരിയായി കൊണ്ടുവന്ന ദൈവത്തിന്റെ വേറെ പദ്ധതിയാണ്. സ്വത്രം പറയണം. അതുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞു. പോയി 13ാമത്തെ വയസ്സിൽ 99 വയസ്സുള്ള അപ്പച്ചൻ്റെയും 13 വയസ്സുള്ള ചെറുക്കൻ്റെയും കൂടെ ഒന്നിച്ചുള്ള പരിചയന കഴിയും. 13ാമത്തെ വയസ്സ്. അങ്ങനെയാണ് 86ാമത്തെ വയസ്സിലാണ് ഈ കൊച്ചന് ഉണ്ടായി. എൻ്റെ കൂടെ ഉണ്ടല്ലോ. 86-ലുണ്ടായി. 99 പരിചയന കേൾക്കുമ്പോൾ അവന് 13 വയസ്സാണ്. 100ാമത്തെ വയസ്സിൽ നമ്മുടെ ഇസഹാക്കുണ്ടായി. അപ്പോൾ ഇവന് 14 വയസ്സ്. അവന് 3 വയസ്സായപ്പോൾ മുലകുടി മാറി. അപ്പോൾ ഇവന് 17 വയസ്സ്. സ്തോത്രം. 17 വയസ്സുള്ള കൊച്ചനെ ഇറക്കി വിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അത് സാറ പറഞ്ഞത് ചെയ്തോളാം. ഇറക്കി വിട്ടു. എന്നേരം ആ സ്ഥലത്ത് ദൈവം വന്നു. അന്ന് വിളിച്ച പേര് വിളിച്ചു. എനിക്കാണ് എല്ലാവരുടെയും പേര് ഓർത്തിരിക്കത്തില്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ ചോദിക്കുക, എന്നെ ഓർക്കുന്നില്ലേ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചായിരുന്നു 2 ദിവസം. ഞാൻ പറഞ്ഞു, എന്തോ ചോദ്യം ഓർക്കുന്നതൊക്കെ, എന്തോ ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ആ പേരങ്ങ് വിട്ടുപോയെന്ന് പറഞ്ഞ പേര് പറയിപ്പിക്കും ഞാൻ. ഹലോ, 2 വർഷം മുമ്പ് വേറെ വീട്ടിൽ താമസിച്ചായിരിക്കും. നമ്മളിങ്ങനെ എല്ലായിടത്തും പോയി താമസം എല്ലാവരുടെയും പേരൊന്നും ചിലപ്പോൾ. പക്ഷേ 17 വർഷമായിട്ട് ദൈവം പേര് മറന്നില്ല. ഹലോ, എൻ്റെ കുഞ്ഞ്, ഉലകത്തിൽ ആര് മറന്നാലും ദൈവം നിന്റെ പേര് മറക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ പറയണം.
ഈ സാറ ഒറ്റ ദിവസം ദൈവദാസനെ ആഹാരം എന്ന് വിളിച്ചിട്ടില്ല, ദാസി എന്ന് വിളിച്ചിട്ടുള്ളൂ. പക്ഷെ തമ്പുരാൻ ഒറ്റ ദിവസം പോലും ദാസി എന്ന് വിളിച്ചില്ല, കാകാറെന്ന് വിളിച്ചോളൂ. നാട്ടുകാരെല്ലാം നിന്നെ എന്തേലും വിളിക്കട്ടെന്നേ. ദൈവം നിന്റെ പേര് വിളിക്കുമെങ്കിൽ അതിൽ പരം വല്ല ഭാഗ്യമുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം 2 പ്രാവശ്യവും വിളിച്ചത് കാകാറെന്ന. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു കണ്ണ് തുറക്ക. ഇപ്പം ദൈവത്തിന്റെ പ്രശ്നം ഉറവ തുറക്കുന്നതല്ല, ഇവിടെ കണ്ണ് തുറക്കുന്നു. കാരണം ഇപ്പോഴിവിടെ കണ്ണടച്ചേക്കുന്നത് കൊച്ചൻ മരിക്കും. പക്ഷെ ആ മരിക്കുന്ന മരണ രീതി, വെള്ളം കിട്ടാതെ മരുഭൂമി പെടച്ച് മരിക്കുന്ന ആ മരണം എനിക്ക് എന്ത് ചെയ്യണ്ട, കാണണ്ട. അതിനുള്ള കണ്ണടക്കുക. സ്തോത്രം. സംഭവിക്കാൻ പോന്ന ദാരുണമായ അന്ത്യം കാണണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞ് കണ്ണ് തുറക്ക്. തുറന്നപ്പോൾ ഉറവ. ഒരലലിയ പറയണം, ഇന്ന് വരെ പറ്റിയിട്ടില്ല. എൻ്റെ ചോദ്യം, ഇതൊരു 17 വർഷം മുമ്പ് അങ്ങ് തുറന്നായിരുന്നേ എന്നാ പ്രശ്നം? അന്ന് ആട്ടി ഇറക്കി വിട്ടപ്പോൾ അങ്ങ് തുറന്നു കൊടുത്തായിരുന്നേ ഇവിടെ തിരിച്ചു പോകണ്ടല്ലോ. പിന്നെ ഒരു 17 വർഷോട് ഈ പെണ്ണുപിള്ളേടെ നിന്നേക്കണോ? അവിടൊന്നും മിണ്ടുന്നില്ല. ഇവിടെ വീട്ടിൽ പോയോണ്ട് പിന്നെ 17 വർഷം ഈ നിന്നയുള്ള മുഖമല്ലേ കാണണ്ടേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അനുവദനീയമായ നിന്ന. അതൊക്കെ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന അത്ഭുത വഴി നീ പ്രാപിക്കുന്നതിന് മുമ്പ് നീ കുറച്ചുകൂടെ ഒന്ന് മച്ചുറാകണം. അതിനാ ചക്രത്തിൻ്റെ കറക്കുന്ന സ്പീഡ് കൂടുന്നേ. അതിനാ കൈക്കകത്ത് വെച്ച് ഒന്ന് ഉടഞ്ഞത്. 17 വർഷം മുമ്പേ ഒന്ന് ഉടഞ്ഞായിരുന്നു. 17 വർഷം കൊണ്ട് ഒന്നുകൊണ്ടൊന്ന് പുതുക്കി പണിതു. ഇപ്പോൾ അവൾ മെച്ചുറായി. അവൾക്കറിയാം തുറക്കുന്ന ഉറവയെ, തലമുറയെ പോറ്റാൻ കഴിയുന്ന നിലയിൽ അതിനെ നിങ്ങൾക്ക് ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ചില കാലതാമസങ്ങൾ വരുത്തിയത് നിന്നെ തകർക്കാനല്ല, നിന്നെ അതൊന്ന് രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആരെയൊക്കെയോ ദൈവം ഈ മൂശയ്ക്കകത്ത് പണിതെടുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഇനി ശ്രദ്ധിച്ചേ, ഇത് കഴിഞ്ഞിട്ട് ഇസഹാക്കിന്റെ കൊച്ചുമകളെല്ലാം കൂടെ ഈ മരുഭൂമി കൂടെ വന്നു. ഹാഗാർ എന്ന് പറയുന്ന യജമാനത്തെ ആട്ടി പുറത്താക്കിയവർക്ക് തുറന്ന ഉറവേട അതിലൂടെ വന്നു. അവിടെ വന്ന് സൂർ മരുഭൂമി 3 ദിവസം മൂക്കൊണ്ട് ഇഷാറ വരച്ചു. പക്ഷെ ഈ ഉറവ കണ്ടില്ല. സ്വതന്ത്രം പറയണം. നിനക്ക് വേണ്ടി തുറന്നത് അതേ കുടുംബത്തിലെ വാക്തത്വ സന്തതിയുടെ പിള്ളേരായിരിക്കും വരുന്നതെങ്കിലും ഈ ഉറവ അവന് മറയ്ക്കും. കാരണം ചക്രത്തെ 17 വർഷം കറങ്ങിയത് നീയാ, ഉടഞ്ഞത് നീയാ. പ്രൈസ് ദി ലോർഡ്. നിന്നയേറ്റ് അപമാനിക്കപ്പെട്ട് ഒരു തുരുത്തി വെള്ളം കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നീയാണെങ്കിൽ നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി തുറന്നത് ഉലകത്തിൽ മറ്റാരും കാണാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഈ പകൽ പറയുന്ന ദൂത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് അങ്ങനെയാണ് സ്നേഹബന്ധങ്ങൾ തകരപ്പെടാം. യജമാനത്തി ആട്ടിപ്പുറത്താകാം, ജോലി നഷ്ടപ്പെടാം, പണം നഷ്ടപ്പെടാം, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഒരല്ലിയ പറയണം. ഞാൻ ദൈവത്തെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നീ പേടിക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാ, വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ മരുഭൂമി കൈവിടത്തില്ല. ഉറപ്പുള്ളവര് മാത്രമേ രാവിലെ ദൈവത്തെ സ്തുതിക്കട്ടെ. അബ്രഹാം കൈവിട്ടേക്കാം, സാറ കൈവിട്ടേക്കാം, ഇസഹാക്ക് കൈവിട്ടേക്കാം, പക്ഷെ സ്വർഗം നിന്നെ കൈവിടത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ നീ ഉടഞ്ഞത്, നീ ഇരിക്കുന്നത് ഈ കുശവന്റെ കയ്യിലാന്ന് ഉറപ്പുള്ളവര്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇവക്ക് വേണമെങ്കിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, വേണമെങ്കിൽ. ഇനി എനിക്ക് കമൻ്റ് ഒന്നും ഇട്ടേക്കല്ലേ. എടാ, അയക്ക് വേണ്ടാത്ത കൊച്ചിനെ എനിക്കെന്തിനാ? ഇതിപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ച കൊച്ചൊന്നും അല്ലല്ലോ. ആ തള്ളയുടെ ആഗ്രഹം കൊണ്ട് എനിക്കുണ്ടായ കൊച്ചല്ല, എൻ്റെ നിർബന്ധത്തിൽ ഉണ്ടായതൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? അയക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടായിട്ടും ഒരു തുരുത്തി വെള്ളമല്ലേ കൊടുത്ത്. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് മണവലിയാറ്റി ചാടിയേക്കാം.
ഇനി തള്ള വിചാരിച്ചോ? ഇല്ല. കൊച്ചിനെ കൊണ്ടു ചാടാം എന്ന് വിചാരിച്ചോ? സാരിയുടെ രണ്ടറ്റത്തെ കൊന്ന കൊച്ചിനെ ഒന്ന് ഇവിടെ കൊണ്ട് തൂങ്ങാമെന്ന് വിചാരിച്ചോ? എന്നറിയാമോ? വയറ്റിൽ കിടക്കുമ്പോൾ ദൂത് കേട്ടതാണ്. പ്രശ്നമൊക്കെ വന്നാലും ഞാൻ നിന്നെ മാനിക്കുമെന്ന് നല്ല സ്തോത്രം പറയണം. പിന്നെ അബ്രഹാമിനോടും ഇവളോടും മാത്രമേ ഈ ദൂത് പറഞ്ഞുള്ളൂ. കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ നിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം പറയണം. അബ്രഹാം പറഞ്ഞ, അബ്രഹാം നീ കണ്ണുയർത്തി നോക്ക്, 4 ദിക്കിലോട്ട് നോക്ക്. നിന്റെ കണ്ണിനകത്ത് പെടുന്നതെല്ലാം നിന്റെ സന്തതിക്കുള്ള അവകാശമാണ്. കണ്ണിൽ കാണുന്നതെല്ലാം നിന്റെ അവകാശമാണെന്ന് അവനോട് പറഞ്ഞു. അതേ ദൂത് ഇവിടെ പറഞ്ഞു, നീ നോക്കി കാണുന്നതല്ല നിന്റെ സന്തതിക്കാണ്. ഒരല്ലേലും പറയണം. യോശുവയോട് പറഞ്ഞത് കാല് ചവിട്ടുന്നതെല്ലാം നിന്റെ അവകാശമാണ്. അതുകൊണ്ട് ദൈവദാസൻ കുറേ ദിവസമായിട്ട് അതിലൂടെ പോയി ഇങ്ങനെ കൈ ചൂണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇനി സമയം കിട്ടണം, വണ്ടി ഒതുക്കിയിട്ട് അവിടെ ഇറങ്ങി പ്രാർത്ഥിക്കണം, കാല് ചവിട്ടണം. പിന്നെ യോശുവ കാല് ചവിട്ടുന്ന എല്ലാം അവൻ്റെ അവകാശമായി മാറിയെങ്കിൽ ഒന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണണം, 2 കാലുകൊണ്ട് ചവിട്ടി അവകാശം പറയണം. ആ ദേശം ദൈവം നിനക്ക് തരും. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓ വിശ്വസിക്കുന്നവര് മാത്രമേ രാവിലെ ഈ പ്രവചന ദൂതിന്റെ മുമ്പാകെ വിശ്വസിച്ചെടുത്ത് കരമടിച്ച് ആരാധിക്കട്ടെ. ഓ കൈയർത്തി നല്ലൊരു അല്ലലി പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. സ്തോത്രം. ഇത്ര സന്തോഷമായിട്ട് വീട്ടിൽ താമസിച്ച ഒരു ചെറുക്കം വേറെ. എല്ലാ പിള്ളേർക്കും ഈ മുട്ടുങ്ക വരെ കൈയുള്ള ഉടുപ്പാണ്. കാലിൻ്റെ മുട്ടുങ്ക വരെയും കൈയുടെ മുട്ടുങ്ക വരെയുള്ള ഒറ്റ ഉടുപ്പാണ്. രൂപേനും ശിമയോനും യഹൂദയ്ക്കും എല്ലാം അതാണ്. അത് ഇടയ വസ്ത്ര. ഇത്രയും പിള്ളേർക്ക് കൈയുടെ മുട്ടുങ്ക വരെ കാലിൻ്റെ മുട്ടിന് താഴെ വരെയുള്ള ഉടുപ്പിട്ടേക്കുമ്പോൾ ഒരു ചെറുക്കം മാത്രം കാൽപാദം വരെയുള്ള കൈ ഫുള്ളുള്ള ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുക. അതിൻ്റെ പേര് നിലയങ്കി എന്ന്. സ്വതന്ത്രം. അപ്പോൾ ഈ 12 പേരും ആ പെങ്കൊച്ചും കൂടെ നിൽക്കുന്ന 13 നിൽക്കുന്ന ഫോട്ടോ എടുത്താൽ ഇവൻ്റെ പടം അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ മറ്റേ അല്ല, ഈ മുട്ടിന് കയറെയുള്ള നമ്മുടെ സഹോദരിമാരുടെ ടോപ്പിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ അവരുടെ ആ ഉടുപ്പിന്. പക്ഷെ ഇവൻ മാത്രം ഫുൾ കൈയുള്ള, അതും തയ്യലില്ലാത്ത, നെയ്തെടുത്തേക്കുന്ന, പല വർണ്ണങ്ങളിൽ നെയ്തെടുത്തേക്കുന്ന നിലയങ്കി. ഇവന്മാരെല്ലാം ആട് പ്രസവിക്കുന്നതും കണ്ണാടി പടരുന്നതും കണ്ടോണ്ടിരിക്കുമ്പോൾ ചെറുക്ക സ്വപ്നം കണ്ടോണ്ടിരിക്കുക. 11 കറ്റ എൻ്റെ കറ്റ നമസ്കരിക്കും. സൂര്യന് ചെന്ന നക്ഷത്രങ്ങളും നമസ്കരിക്കും. അപ്പന് സ്പെഷ്യൽ സ്നേഹം, കാരണം അമ്മയില്ലാത്ത ചെറുക്കനാണ്. അതുകൊണ്ട് അപ്പന് പ്രത്യേക സ്നേഹം. മറ്റേ 3 അമ്മമാർ വീട്ടിലുണ്ടെങ്കിലും അതെല്ലാം 2ാം അമ്മയാണ്. ഈ 3 അമ്മമാരും കൊടുക്കാത്ത സ്നേഹം ആര് കൊടുക്കുക? അപ്പൻ കൊടുക്കുക. അപ്പോൾ പുള്ളി വിചാരിച്ചു ഈ തണലിൽ ഞാൻ കുറേ കാലം ഇങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ പാത്രം ഉടഞ്ഞു. നേരെ പോയി വസ്ത്രം പോയി, പൊട്ടക്കൻ്റെ വീണു, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ പോയി, ആ വസ്ത്രം പോയി, കാരാഗ്രഹത്തിൽ പോയി. നീണ്ട 10, 17, 13 വർഷങ്ങൾ. ഹലോ, ഉടക്കിയ. പക്ഷെ ഉടഞ്ഞപ്പോഴും കുശവൻ കയ്യിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ഈ കറങ്ങുന്ന ചക്രത്തെ കുശവൻ ഇങ്ങനെ കൈവച്ച് ആ 10 വിരലും ചലിച്ചോണ്ടിരിക്കുക. ഒരു സ്തോത്രം ഈ പകൽക്കാലം പറഞ്ഞു. ഉടയുന്നത് നിന്നെ എറിഞ്ഞു കളയാനല്ല, പാഴാക്കാനല്ല, നിന്നെ മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ട് ഉയർത്താനായിട്ടാണെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ആരോടൊക്കെയോ ശക്തമായി ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. ഉടഞ്ഞ നിന്നെ, കയ്യിൽ വെച്ചുടഞ്ഞ നിന്നെ, പണിശാലയിൽ വെച്ചുടഞ്ഞ നിന്നെ, കുശവന്റെ കൺമുമ്പിൽ വെച്ചുടഞ്ഞ നിന്നെ എറിഞ്ഞു കളയാതെ അതിനെ പണിതെടുക്കുന്ന ഒരു നല്ല കുശവനുണ്ടെന്ന്. ഓ, ഇന്ന് പകൽ നീ നല്ല കുശവന്റെ കയ്യിലെ മണ്ണാന്ന് വിശ്വസിക്കുന്നവര് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇവിടെ വെച്ചു ദൈവം നിന്നെ പണിയാൻ പോകുകയോ. വിശ്വസിവർ മാത്രമേ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് ഹല്ലേലൂയ. എന്നെ പോലും ചലിപ്പിച്ചൊരു സാക്ഷി കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. എനിക്ക് തലേ ദിവസം ദൈവദാസൻ അവിടെ പ്രസംഗിച്ചോന്ന് സംശയം. ഇവിടെ കാനത്താണ് നമ്മുടെ ആ ജോർജ് ഭാഷ നടത്തിയ കൺവെൻഷൻ.
വലിയ മീറ്റിംഗ്. ഒരു ദിവസം പാസ് ഒരു ദിവസം അള്ളി കൊടുത്തോട്ടായിരുന്നു. നമ്മുടെ ആ ലാലു പാമ്പാടിയുടെ അമ്മായിപ്പനാണ് ജോർജ്. അപ്പോൾ ജോർജാണ് പറഞ്ഞ പാസ്റ്റേ സമയം ഇച്ചിരി പോയെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കൊരു സാക്ഷി പറയാൻ സമയം. ഞാൻ നിങ്ങളുടെ കൺവെൻഷൻ നിങ്ങളുടെ സാക്ഷി പറഞ്ഞാൽ എൻ്റെ അനുവാദം മേടിക്കണം. അവരുടെ കൺവെൻഷൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അല്ല, ദേവദാസൻ പറഞ്ഞാലേ സാക്ഷി പറയും. ഞാൻ പറഞ്ഞോളാം. ആ ദേവദാസൻ സാക്ഷി പറയാണ്, മാർച്ച് മാസം 14-ാം തീയതി ഒരു വീട്ടിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. ചെങ്ങന്നൂർ പ്രാർത്ഥിച്ചിറങ്ങി വണ്ടി ഷാട്ടാക്കി. പുള്ളിയുടെ ഭാര്യയുണ്ട്, 2 കൊച്ചുമക്കളുണ്ട് കൂടെ. ഷാട്ടാത്ത് നോക്കുമ്പോൾ താക്കോല് കയ്യിൽ നിന്ന് താഴെ പോയി. കൈ കുഴഞ്ഞു, കാല് കുഴഞ്ഞു, പെടല് ചെരിഞ്ഞു, നാക്ക് താണു. ഭാര്യയ്ക്ക് വിഷയം പിടികിട്ടി ഓടിച്ചെന്ന് ആ പ്രാർത്ഥിച്ച വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് ഈ പുഷ്പഗിരി കൊണ്ടു. മാർച്ച് 14 തൊട്ട് 10-15 ദിവസം ഇവിടെ കിടന്ന് അവരുപേക്ഷിച്ചു. ഇവിടെ വരുമ്പം ബ്രെയിൻ ബ്ലഡിനകത്ത് കിടക്കുക, ഹാർട്ട് ബ്ലഡിനകത്ത് കിടക്കുക, പ്രധാനപ്പെട്ട ഞരമ്പുകൾ ലിവറിൽ നിന്ന് പൊട്ടി, ബ്രെയിനിൽ നിന്ന് പൊട്ടി, വളരെ ഗുരുതരമായ അവസ്ഥ. ഇവർ ഉപേക്ഷിച്ചു, വീട്ടിൽ കൊണ്ടിട്ടേക്കുക, മരിക്കാൻ വേണ്ടി കിടക്കുക. മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ മാസം. ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് കേൾക്കട്ടെന്ന് വിചാരിച്ച് അനീഷ് മാഷയുടെ എൻ്റെയും ഇങ്ങനെയുള്ള പലരുടെ പ്രസംഗങ്ങൾ ഇട്ട് കൊടുത്തേക്കും. അതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുക ഈ യൂട്യൂബിനകത്ത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ വെച്ചോ എന്നോ ഞാൻ പറഞ്ഞൊരു പ്രസംഗം, എപ്പസോസിൽ ധന്യനായ യോഹന്നാൻ 25 വർഷം ശുശ്രൂഷിച്ചു പൗലോസിന് ശേഷം. 25 വർഷം ശുശ്രൂഷ ചെയ്ത് പൂർത്തീകരിച്ച് ശക്തനായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവനെ പിടിച്ച് വിഷം കുടിപ്പിക്കുന്നതും തിളപ്പിച്ച് എണ്ണയ്ക്കകത്ത് മുക്കുന്നതും ചാകുന്നില്ലെന്ന് കണ്ടപ്പോൾ പത്മോസിലേക്ക് നാട് കടത്തുന്നത്. മരണത്തിൻ്റെ നിലവറയായ തടവറയായ പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞവന് അവിടെ കിടന്ന ദർശനത്തിൻ്റെയും വെളിപ്പാടിനെയും കലവറയാക്കി ദൈവം മാറ്റി എന്നും പറഞ്ഞ് ഞാൻ എവിടെയോ പറഞ്ഞൊരു മെസ്സേജ്, ആത്മാവിൽ പ്രസംഗിച്ചൊരു മെസ്സേജ് ദൈവദാസൻ കേൾക്കുമ്പോൾ പുള്ളിയുടെ ഈ ശുശ്രൂഷയുടെ 25-ാമത്തെ വർഷം തികഞ്ഞ അന്നാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോൾ എപ്പസോസിന് 25 വർഷം ശുശ്രൂഷിച്ച ശേഷമെന്ന് പറഞ്ഞ വാക്ക് പുള്ളിയിലേക്ക് ദൈവാത്മാവ് പ്രവചിച്ചു. ആ ദൈവശക്തി മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് പറഞ്ഞ മെസ്സേജിൽ വ്യാപരിച്ച ദൈവശക്തി ആ യൂട്യൂബിടെ കേൾക്കുമ്പോഴും ആ ശക്തി കുറഞ്ഞിട്ടില്ല. ഹലോ, 6 മാസമായി ചലിക്കാതിരുന്ന പുള്ളിയുടെ കൈ ചലിക്കാൻ തുടങ്ങി, പുള്ളിയുടെ കാല് ചലിക്കാൻ തുടങ്ങി, പുള്ളിയുടെ തല പെട്ടെന്ന് നേരെയായി, കുഴഞ്ഞ നാക്ക് നേരെയായി, പുള്ളി നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ആവേശമായി. മാസം ഇപ്പം ദൈവദാസന് സ്റ്റേജിൽ പ്രസംഗിച്ചു ഇറങ്ങിപ്പോയി. അങ്ങനെ എല്ലാ ദിവസവും പ്രസംഗിച്ച് ഇറങ്ങിപ്പോകുകയാണ്. എന്നേരം കുറെ കയ്യടിയും പാട്ടും കാണും, അതല്ല വിഷയം. ദൈവദാസൻ ഇറങ്ങിപ്പോയതുള്ള ആ വചനം അവിടെ കിടക്കുക. ആ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഇന്ന് പകലും അതിന്റെ വിടുതൽ വെളിപ്പെടുമെങ്കിൽ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ആഭിചാരങ്ങൾ അഴിഞ്ഞു പോണം, രോഗാത്മാവ് അഴിഞ്ഞു പോണം, ഭൂതാത്മാവ് അഴിഞ്ഞു പോണം. ഓ ഹല്ലേലൂയ, അന്യാരാധന ശക്തി അഴിഞ്ഞു പോകണം. നിന്റെ കുടുംബത്തിൽ കുടിയിരിക്കുന്നതിലെ വ്യാപാരങ്ങളൊക്കെ ഇന്ന് വചനത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറിയിട്ട് ഉടഞ്ഞ മണ്ഡലങ്ങളെ ഒന്നുകൂടെ പുതുക്കി പണിയാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാവിലെ നിന്റെ കുടുംബത്തെ യേശു പണിയണം, നിന്റെ തലമുറയെ യേശു പണിയണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മിനിസ്ട്രിയെ യേശു പണിയണം. നല്ല കുശവൻ ഇന്ന് രാവിലെ നിന്നെ പണിയട്ടെ. ഓ ദിമര ജഗദ റൗഡ റിമനെ അർത്ഥ മാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിഗല ബല ബല ബരബസ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പേര് പറയുന്നില്ല. ദേവദാസൻ നമ്മുടെ അടുത്ത് സ്നേഹിക്കുന്ന ഒരു ദേവദാസന് അമേരിക്കയിലാണ്. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ഞങ്ങൾ രണ്ടും അവിടെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. നല്ലൊരു സഭ. എൻ്റെ സ്വന്തങ്ങൾ അതിനകത്തുണ്ട്. എന്തോ എങ്ങനെയോ ഞാനവിടെ പോയി 7 പേരെ ഒന്നിച്ച് സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. സ്ഥലപ്പേരും പറയുന്നില്ല. ക്രമേണ പുള്ളിയും ഭാര്യ അല്ലാതെ ബാക്കി എല്ലാവരും വിട്ടുപോയി. പക്ഷെ പുള്ളി ആ ഹോളടച്ചില്ല. പുള്ളിയും ഭാര്യയും തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അതിനിടെ കോവിഡ് വന്നു, മറ്റ് പല പ്രശ്നങ്ങൾ വന്നു. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പേ R.N. പാസ്സായി അമേരിക്ക വരെ കാത്തിരുന്ന കുവൈറ്റിൽ നിന്ന് ഒരു 60 വീട്ടുകാർ ഒന്നിച്ചു വരും. 60 വീട്ടുകാരും വന്നത് ഈ സ്ഥലത്തോട്ടാണ്. ഒരു സ്വതന്ത്രം പറയണം. പിറ്റേ ദിവസം ആരുമില്ലാത്ത സഭയിൽ 120ഓളം പേര്. ഒരു ദിവസം മതിയെന്ന് ഒരു ഹല്ലേലൂയ പറയണം. പക്ഷെ ആ പോയ വർഷങ്ങൾ ആ കയ്യിൽ ഉടയുകയായിരുന്നു കേട്ടോ. ഹലോ, ഈ ആഴ്ച കേരളത്തിൽ വരും. ആ കൈക്കകത്ത് ആ പാത്രം ഉടയുകയായിരുന്നു. പണിതുകൊണ്ടിരുന്ന കുശവന്റെ കയ്യിലെ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരുന്നപ്പോൾ ഉടഞ്ഞുപോയി. ലോകം പറഞ്ഞ്, നാട്ടുകാർ പറഞ്ഞ് അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നേ അങ്ങനെ പറയത്തുള്ളൂ. എത്ര പരമാർത്ഥയോടെ ശുശ്രൂഷിച്ചാലും അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെങ്കിൽ തമ്പുരാൻ ഉടച്ച് പണിതിട്ട് പഴയതിനെല്ലാം മാറ്റി ടോട്ടലി പുതിയതിനെ, അതും ഇവിടുത്തെ ആരാധന അല്ല, ഗൾഫുകാരുടെ ആരാധനയല്ലയോ. നല്ല സ്തോത്രം പറയണം. നല്ല പയറ് പോലെ നിൽക്കുന്ന, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ആത്മാവിന്റെ തീയിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ കൊണ്ട് കൊടുത്ത് സഭയെ വളർത്തിയെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലെ ഉടയ്ക്കുന്നത് തകർക്കാനല്ല, ഉടയ്ക്കുന്നത് പണിയാനാന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, ഓ ജീവരമന ശാന്തരാധന വൈഡരമനകൾ കനാദരാധന. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു സ്തോത്രം ചെയ്യണം. എന്നിട്ട് പറയണം, ആ രോഗം വന്നത് പോരാട്ടമല്ലായിരുന്നു, ആ കഷ്ടത വന്നത് ബന്ധനമല്ലായിരുന്നു, ആ വഴി അടഞ്ഞത് ശത്രുവിന്റെ ആഭിചാരമല്ലായിരുന്നു. സ്തോത്രം പറയണം. ഇന്ന് രാവിലെ തിരിച്ച് ഇന്ന് പകൽക്കാലം പറയണം, നീ അതിനെല്ലാം പോരാട്ടമാണെന്നും കെട്ടാന്ന് പറഞ്ഞ് ആട്ടിത്തുപ്പിക്കൊണ്ടിരിക്കല്ലേ. ദൈവത്തിന്റെ സന്ദർശനമാണ്. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടിട്ട് സ്തോത്രം പറഞ്ഞ് മിണ്ടുന്നില്ല. നിനക്ക് അഭയം നൽകിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് സ്തോത്രം പറയാൻ വേണ്ട. ഉസിയാവ് അങ്ങ് മരിച്ചതിനൊരു സ്തോത്രം പറ. ഹല്ലേലൂയ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിന്റെ വെളിപ്പാട് പകരണമെങ്കിൽ നീ ആശ്രയിച്ച് ചിലതൊക്കെ മരിച്ചു മാറുകയാ. ഇന്ന് രാവിലെ ചില ആശ്രയങ്ങൾ അഴിയുന്നത് ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളുടെ പുതിയ തലം ദൈവം തുറക്കുകയാണെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. നിന്ദിച്ചെടുത്ത് അപമാനിച്ചെടുത്ത് ഉടഞ്ഞെടുത്ത് ഒരു പുതുക്കിപ്പണി ചെയ്യുവാൻ, വിശ്വസിക്കുന്നവർ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ കരമടിച്ച് ആത്മാവിൽ ഒന്ന് പ്രതികരിക്കട്ടെ. ഹല്ലേലൂയ. ഓ രക്തം ജയം 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 ജയം. ഹല്ലേലൂയ. കാനാവിലെ വീഞ്ഞ് വിളമ്പിക്കൊണ്ട് നമ്മൾ തീർന്നു പോയതിന് സ്തോത്രം പറയാൻ ഒക്കുവോ? ഹലോ, എന്താ ഞാൻ പറഞ്ഞേ? കല്യാണ വീട്ടിൽ വിളമ്പിക്കൊടുന്ന വീഞ്ഞ് തീർന്നു പോയെന്ന് സ്തോത്രം പറയാമോ? ഹലോ, എങ്കിലേ കെന്റിക്കിടക്കുന്നത് നിന്റെ കലവറയിൽ വരത്തുള്ളൂ. ചിലതൊക്കെ പെട്ടെന്ന് തീർന്നത്, നിന്റെ കണക്കൂട്ടൽ മൊത്തം തെറ്റിയത്, നീ 7 പ്രാവശ്യം കാൽക്കുലേറ്റർ വരച്ചും തിരിച്ചും ഗുണിച്ചും കൂട്ടി പേപ്പറെ കുറിച്ച് വെച്ചത് തെറ്റിയത്, ആഴത്തിക്കിടന്ന് ചില നിന്റെ കലവറ വരാനാ, യേശുവിന്റെ മഹത്വം വെളിപ്പെടാനാ. അങ്ങനെയാണ് കൈവച്ച് ഉടഞ്ഞൊരു സ്തോത്രം പറഞ്ഞേ, പണിതുകൊണ്ടിരുന്നപ്പോ തകർന്നൊരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ നീ ജയത്തോടെ ഒന്ന് വിശ്വസിച്ചേ. അതിന്റെ പുറകിൽ അതിന്റെ പുറകിൽ അതിന്റെ പുറകിൽ എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഒരു പുതിയ ദൂതായിട്ട് ഏറ്റെടുത്തു. ഇന്ന് രാവിലെ ചില നെഗറ്റീവുകളെ കണ്ടിട്ട്, ചില രോഗങ്ങളെ കണ്ടിട്ട്, ചില തകർച്ചകളെ കണ്ടിട്ട് നീ ഭയപ്പെടാതെ ഒന്ന് വിശ്വസിച്ച് കുശവൻ പണി ആരംഭിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്തുകയാ. ഇരിക്കുന്നത് എവിടെയാ പറഞ്ഞേ? എങ്ങനെയും പണിയാൻ അറിയാവുന്ന കുശവന്റെ. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. ഇരിക്കുന്ന ആരുടെ കയ്യിലാ? ഏത് രൂപത്തിൽ വേണോ ആ രൂപത്തിൽ പണിതിറക്കാൻ കഴിയാവുന്നവന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത്.
ഹല്ലേലൂയ. നാട്ടുകാരെല്ലാം കൂടെ ഇനി ഒരിക്കലും നീ വിജയിക്കുന്നത് പറഞ്ഞാലും കുശവന്റെ കയ്യിലാണെങ്കിൽ അവന്റെ ഹിതപ്രകാരം ഒരു മാനിക്കപ്പെടുന്ന പാത്രമായി ഇന്ന് രാവിലെ പണിതെടുത്ത് പുറത്തു വരുമെന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ തകർന്നതിനെ പണിയുന്ന, ഉടഞ്ഞതിനെ പണിയുന്ന, പുച്ഛിച്ചതിനെ പണിയുന്ന, അപമാനിച്ചതിനെ പണിയുന്ന ശക്തിയോടെ ശക്തിയോടെ അല്പനിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ഓ ജയം 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 ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ പ്രിയരേ, നീ ഇന്ന് രാവിലെ ദൂത് കെട്ട് മടങ്ങും പറയണം. എന്റെ ദൈവം ചതഞ്ഞ ഓട പറ, ഒടിക്കത്തില്ലെന്ന് പറ. ചതഞ്ഞ ഓട ഒടിക്കത്തില്ല, ഉടഞ്ഞ പാത്രത്തെ എറിഞ്ഞു കളയത്തില്ല, പുകയുന്ന തിരിയെ ഉറക്കെ പറ. നിന്നെ ഒന്നുകൂടെ ആളിക്കത്തിക്കാൻ ഹല്ലേലൂയ വേദികൾ ദൈവം ഒരുക്കുകയാണ്. ഇന്ന് രാവിലെ പ്രവചിച്ചു ദൈവാത്മാ പറയുന്നു, നിന്നെ ദൈവം ആദരിക്കുന്ന ദിവസങ്ങളെന്ന്. വിശ്വസിക്കുന്നവര് ചില മേഖലകളിൽ, ചില രാജ്യങ്ങളിൽ, ചില സ്റ്റേറ്റുകളിൽ, ചില കുടുംബങ്ങളുടെ ഉള്ളറകളിൽ ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവം ഒരു പണി ചെയ്യുകയോ. Yes, 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 yes. Oh, hallelujah, hallelujah. Arte ramane regade raushe ribale. Adagala janaga dhivara vaushaga samdara dhibaba. Udagala jaganaga regade vansha samdal pramane. അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. പോരുകൾ അഴിയട്ടെ, ആഭിചാരങ്ങൾ അഴിയട്ടെ, അന്യാധാര ബന്ധനങ്ങൾ അഴിയട്ടെ, ദൂട്ടം കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ, രോഗാത്മാവ് അഴിയട്ടെ, ഭൂതാത്മാവ് അഴിയട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. യെസ് യെസ് യെസ്. ഓ ജയം 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 ജയം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കഴിയുമെങ്കിൽ ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ രണ്ട് കരങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. 5 കാശിന് വിലയില്ലാത്ത വാക്ക് പറയുന്ന പത്രോസിന്റെ നിഴലിന് വിലയുണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. അവൻ പറഞ്ഞ പല വാക്കുകളും ഹല്ലേലൂയ വെറും വെള്ളത്തിൽ വരച്ച വര പോരായെങ്കിൽ പിന്നത്തേതിൽ ദൈവം അവനെ പണിത് കഴിഞ്ഞപ്പോൾ അവന്റെ നിഴലിന് പോലും വിലയായെങ്കിൽ, അവന്റെ വിയർപ്പ് തുടക്കുന്ന റൂമാലിന് പോലും ശക്തി ഉണ്ടായെങ്കിൽ, രാവിലെ ദൈവം ചിലതിനെ പണിയാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്നെ ഒരത്ഭുതമാക്കാൻ പോകുകയാ. നീ ഒരത്ഭുതമായി മാറാൻ പോകുകയാ. ഈ സഭ ഒരത്ഭുതമായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ അഭിഷക്തനെ, തന്റെ കുടുംബത്തെ, തന്റെ കൈക്കീഴെ ശുശ്രൂഷയ്ക്ക് ഒരുക്കിയെടുക്കുന്ന ശ്രേഷ്ഠ അഭിഷക്തന്മാരെ, അവരുടെ കുടുംബങ്ങളെ, തന്നോടൊപ്പം ഇവിടെയും വിവിധ ബ്രാഞ്ചുകളിലായി ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ അടിയന്റെ മേൽ അങ്ങ് പറഞ്ഞ അഭിഷേകത്തിന്റെ അധികാരത്തിൽ രാവിലെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേട്ടവരെയും ലൈവിൽ കേട്ടവരെയും ഇനി തുടർന്ന് ഇത് കേൾക്കാൻ പോകുന്നവരെയും ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കണമേ. ഉടഞ്ഞ ചിലതിനെ പണിയുന്ന, തകർന്ന ചിലതിനെ പണിയുന്നൊരു പണി 2026 നിനക്ക് ഹിതകരമായ മാനപാത്രങ്ങളായി പുറത്തു വരാൻ പോകുന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, മുഴുമഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കലും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ.
ഹല്ലേലൂയ. വളരെ വിലപ്പെട്ട അവസരം ശുശ്രൂഷയ്ക്ക് ഒരുക്കിയ ശ്രേഷ്ഠാഭിഷക്തനോട് സഭയോട് നന്ദി പറയുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. 2026 എല്ലാ ഐശ്വര്യങ്ങളുടെയും ശുശ്രൂഷയുടെ വിശാലതയും വർഷമായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും വിധിക്കാം. കുശവന്റെ